വെൽക്കം ടു ജോബീസ് കിച്ചൺ. ജോബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ചൈനീസ് ഡിഷാണ്. നമുക്ക് പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചൈനീസ് ഡിഷായ ചില്ലി ബീഫ്. അപ്പോൾ ചില്ലി ബീഫ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ചില്ലി ബീഫിന് വേണ്ട ചേരുവകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ 2 കഷ്ണം ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു പോർഷൻ ചില്ലി ബീഫാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉപ്പും സോയാ സോസും വെള്ളം എന്നിവ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. ഇത് ഒരു വിസിൽ കേട്ടതിന് ശേഷം തീ ചുരുക്കിയിട്ട് 4-5 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം പ്രഷർ പോയി അത് വെള്ളത്തിൽ നിന്ന് ഊറ്റി പുറത്ത് വെച്ച് തണുപ്പിച്ച് ഫ്രീസറിൽ ഒരു 1/4 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബീഫ് കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോവില്ല. നല്ല ഷേപ്പിൽ, നല്ല ഷാർപ്പ് ഷേപ്പിൽ നമ്മൾക്ക് ഈ ബീഫ് കട്ട് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ബീഫ് നല്ല രീതിയിൽ കട്ട് ചെയ്യാനായിട്ടുള്ളൊരു ട്രിക്കാണത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ കുറച്ച് വേണം. ഇതിൻ്റെ ഒരു 4-1 മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയുടെ പകുതി, ഒരു പച്ചമുളക്, പിന്നെ ഞാൻ ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഉപ്പ്, പഞ്ചസാര, കുരുമുളക് പൊടി, അജിനോമോട്ടോ, അല്പം കോൺഫ്ലവർ, പാം ഓയിൽ, ആവശ്യത്തിന് വെള്ളം. ഇത്രയും ചേരുവകളാണ് നമ്മൾക്ക് ചില്ലി ബീഫിന് വേണ്ടി വേണ്ടത്. ഇതുകൂടാതെ നമുക്ക് സെല്ലറി ലീക്സ്, സ്പ്രിംഗ് ഒനിയൻ ഇവ കൂടി ഉണ്ടായാൽ വളരെ നല്ലതാണ്. അതോടൊപ്പം കുറച്ച് റെഡ് കളറും ചേർക്കുന്നത് നല്ലതാണ്. വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ബീഫ് കട്ട് ചെയ്യേണ്ട രീതി ഇതാണ്. ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കണം. നമ്മൾ ഫ്രീസറിൽ വയ്ക്കാതെ കട്ട് ചെയ്താൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ഷാർപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള ബീഫൊക്കെ ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം. അതൊക്കെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കനം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ബീഫ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള വെജിറ്റബിൾസ് കൂടി ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചില്ലി ബീഫിൻ്റെ ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതി നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു ക്യൂബ് ഷേപ്പിൽ ഈ ക്യാപ്സിക്കും സവാളയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് ചില്ലി ബീഫിൻ്റെ ക്യാപ്സിക്കം കട്ട് ചെയ്യുന്ന രീതി. ഇതേപോലെ തന്നെ ക്യൂബായിട്ട് നമുക്ക് സവാളയും കട്ട് ചെയ്യാം. സവാള എടുക്കുമ്പോൾ ഞെട്ട് പരമാവധി കളയണം. അതല്ലെങ്കിൽ നമ്മൾ സോട്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ലെയേഴ്സൊന്നും സെപ്പറേറ്റ് ആവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സവാള ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾക്ക് കട്ട് ചെയ്യാനുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾക്ക് ഇതേപോലെ ചരിച്ച് ഒന്ന് കട്ട് ചെയ്യാം. പെട്ടെന്ന് കുക്കാവാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളകും ഇങ്ങനെ കട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ചൈനീസ് ഫുഡിൽ പൊതുവേ എരിവ് കുറവായിരിക്കും. പിന്നെ നമ്മൾക്ക് ചെയ്ത് വയ്ക്കേണ്ട ഒരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ നമ്മളത് കലക്കി കോൺഫ്ലവർ മിൽക്കാക്കി വയ്ക്കുക. അധികം വെള്ളം ചേർക്കാതെ നല്ല തിക്കായിട്ട് അത് കലക്കി വയ്ക്കാം. ഇപ്പം ചട്ടി നന്നായി ചൂടായി, അതിൻ്റെ ഓയിലും ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവരുത്. ഒരു മീഡിയം ഫ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം, പച്ചമുളക് ഇവ കൂടി ചേർത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ഫുൾ കുക്കാവരുത്, ഹാഫ് കുക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അന്ന് വാടിക്കഴിഞ്ഞാൽ ഉടനടി നമുക്ക് ഇതിനകത്തേക്ക് അല്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് പൊറോട്ടയ്ക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കുക. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതേപോലെ തന്നെ നമുക്ക് ചില്ലി ബീഫ് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരല്പം വെള്ളം ഡ്രൈ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴും ഒഴിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇത് തിളയ്ക്കുന്ന ഈ നേരം കൊണ്ട് ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ്
ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോസൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂണോളം പഞ്ചസാര ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്തു. പിന്നെ ഒരു നുള്ള് അജിനാമോട്ടോയും ചേർക്കുന്നുണ്ട്. അജിനാമോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ ചൈനീസ് ഫുഡിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ടെങ്കിൽ അജിനാമോട്ടോ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾക്ക് തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിനെ ഇട്ട് കൊടുക്കാം. നമ്മൾക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഒരു 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ ഒന്ന് കുക്കാക്കാം. ഇത് ഒരുപാട് നേരം വേവണ്ട, കാരണം ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കളറ് ചേർക്കാം. ഞാനിപ്പോൾ കളർ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം റെഡ് കളറ് തിളച്ച വെള്ളത്തിൽ കലക്കി ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോഴുള്ള ഏറ്റവും ലാസ്റ്റിലാണ് റെഡ് കളർ ചേർക്കേണ്ടത്. നമ്മൾക്ക് ചില്ലി ബീഫിനൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ മിൽക്ക് ചേർക്കാം. നമ്മൾക്ക് തിക്ക് എത്രമാത്രം വേണം എന്ന് നോക്കി കോൺഫ്ലവർ മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡ്രൈ ചില്ലി ബീഫാണ് നമ്മൾ റെഡിയാക്കുന്നതെങ്കിൽ കോൺഫ്ലവർ കലക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഗ്രേവി ടൈപ്പ് ചില്ലി ബീഫ് ആയതുകൊണ്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കളറ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾക്ക് ചേർത്ത് ഒന്ന് ഇളക്കി പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ കളർ ഒഴിവാക്കിയിരിക്കുകയാണ്. റെഡ് കളറാണ് ചേർക്കേണ്ടത്. ഇതിന് മുകളിലേക്ക് സെല്ലറി, ലീക്സ്, സ്പ്രിംഗ് ഒനിയൻ എന്നിവ ചോപ്പ് ചെയ്ത് നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് വിതറി ഗാർണിഷ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കിയിടുക.